നിങ്ങളിൽ അള്ള ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വലിയ തറവാട്ടുകാരനെ, നല്ല കളറുള്ളവനെ അല്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നന്മ പ്രവർത്തിച്ച് ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നവരെയാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാന്റെ തിരുദൂതനെ തൊട്ട് മുഹമ്മദ് നബിയെ തൊട്ട് ആവേശത്തോടെ നമുക്ക് പറയാൻ പറ്റും, റസൂലുള്ള പഠിപ്പിച്ച മതത്തിൽ ജാതീയതയില്ല, വർഗവെറിയില്ല, വർണ്ണവെറിയില്ല. ഒരു പള്ളിയിൽ കയറിയാൽ പോലും തൊട്ടു മുൻപിലിരിക്കുന്ന ഒരു തൂപ്പുകാരന്റെ കറുത്ത കാലിന്റെ താഴെയായിരിക്കും ഒരു പക്ഷേ ധനാഢ്യനായ മറ്റൊരുത്തന്റെ നെറ്റി പതിയുന്ന സ്ഥാനമെങ്കിൽ ആ തിരിച്ചറിവ് ഈ ലോകത്തിന് കൊടുത്ത ഇസ്ലാം പറയുന്നു, കുല്ലുക്കും ലി ആദം, നമ്മളൊക്കെ ഒരു സൃഷ്ടാവിന്റെ സൃഷ്ടികളാ, നമ്മളൊക്കെ ആദമിന്റെ മക്കളാ, നമുക്കൊരു ദൈവമേയുള്ളൂ, നമുക്കൊരു അള്ളാഹുവേയുള്ളൂ. അള്ളാഹു എന്ന് അറബി പറയുന്നു, ഈശ്വരൻ എന്ന് സംസ്കൃതത്തിലേക്ക് രേഖപ്പെടുത്തുന്നു, കർത്താവെന്ന് ക്രിസ്തീയര് പറയുന്നു. മൂന്നാണെങ്കിലും ഒരൊറ്റ ദൈവം, എല്ലാം കാണുന്നൊരു ദൈവം, എല്ലാം അറിയുന്നൊരു റബ്ബ്. ആ റബ്ബിലേക്ക് നിങ്ങൾ മനസ്സ് ചേർത്താൽ അവിടെ ജാതീയതയില്ല, അവിടെ വർഗവെറി ഉണ്ടാവില്ല, അവിടെ മതത്തിന്റെ പേരിൽ ചൂഷണങ്ങൾ ഉണ്ടാവുകയില്ല.